ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നരയെ ചെറുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ സിറമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് അകാല നരയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നരയ്ക്കുന്ന അവസ്ഥ, അപ്പം തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നാച്ചുറലായിട്ടുള്ള നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഈ മുടി നരയെ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് സ്പ്രെഡ് ആകുന്ന നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അവർ പ്രത്യേകം അവരുടെ ഹെയർ കെയറിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെമിക്കൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് വളരെ വളരെ കുറയ്ക്കുക. അതേപോലെ തന്നെ ഹെയർ സ്ട്രെയിറ്റനിങ്, ഹെയർ കളറിങ്, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് മുടി കൊഴിച്ചിലുള്ളവർക്കും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ സിറമാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ അകാല നരയ്ക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്ക നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം മുഴുവനും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു 5-6 നെല്ലിക്കയുടെ സ്ലൈസ് എടുത്ത് ഇവിടെ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ തലേദിവസം രാത്രിയാണ് ഞാനിവിടെ ചെയ്തു വയ്ക്കുന്നത്. അകാല നര ഉള്ളവർക്ക് ഉണക്ക നെല്ലിക്കയ്ക്ക് പകരം നമുക്ക് പച്ച നെല്ലിക്ക വേണമെങ്കിലും ഉപയോഗിക്കാം. നെല്ലിക്ക വെറുതെ ചതച്ച് അരച്ച് ഒരല്പം എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അകാല നര കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതിലേക്ക് തന്നെ പിന്നെ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. അതും സെയിം അളവിൽ തന്നെ. ഇപ്പോൾ ഒരെണ്ണം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് പിറ്റേ ദിവസം ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമുക്കിത് നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് പിറ്റേ ദിവസത്തേക്ക് വെച്ചു എന്ന് മാത്രം, രാത്രി ചെയ്യുന്നതുകൊണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ആ സമയത്ത് മുടി നര നന്നായിട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്, ബ്ലാക്ക് കളറിലെ ഹെയർ ഡൈ ആണ് കേട്ടോ. അതാണ് നമ്മുടെ ഹെയർ കളർ മാജിക് ഷാമ്പു എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ക്രീം പോലെ നമുക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു പാക്കറ്റിലാണ് വരുന്നത്. ഇത് ഈ ഒരു വലിയ പാക്കറ്റിൻ്റെ അകത്ത് 5 ചെറിയ സാഷേ വരും. നമുക്ക് ഓരോ സാഷയും ഓരോ മാസം എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വാങ്ങണമെന്നുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡൈ എന്ന് മെസ്സേജ് അയക്കേ. അപ്പം നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്നതെല്ലാം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങത്തക്ക വിധത്തിൽ നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ 1 സ്പൂൺ കടുകെണ്ണ ചേർത്ത് കൊടുക്കുക. കടുകെണ്ണ ഇല്ലാത്തവർക്ക് ഇപ്പോൾ തൽക്കാലം ഹെയർ ഓയിൽ ചേർക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഹെയർ ഓയിൽ ചേർക്കാം. പക്ഷേ കടുകെണ്ണ വളരെ നല്ലതാണ് കേട്ടോ. മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. മുടി വളർച്ച വേഗത്തിലാക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ എയും ഇയും ഒക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുടിക്ക് നല്ല കരുത്തും തിളക്കവും ഒക്കെ കിട്ടും. അപ്പോൾ അകാല നരയുള്ളവർക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും ഇത് വളരെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്ത് നമ്മൾ തണുക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഈ ഉലുവയും കരിജീരകമൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളത് മാത്രം ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ബോട്ടിൽ ഒഴിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. നന്നായിട്ടൊരു മസാജ് കൊടുക്കുക, ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ താളിയോ നമ്മൾ ഉപയോഗിക്കുന്ന മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നോർമലി വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു അകാല നരയുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മാക്സിമം നമുക്ക് വർഷങ്ങൾ കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതിനിപ്പോൾ പറ്റാത്ത ഓൾറെഡി കുറേ ഒരു 50% കൂടുതൽ നരച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെയർ കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിരിക്കും.